കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അതീവ ജാഗ്രതയിലാണ് മുന്നണികൾ എല്ലാവരും തന്നെ. പോളിംഗ് ബൂത്തുകൾ ശാന്തമായെങ്കിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കണക്കെടുപ്പുകളും കൂട്ടലുകളും കിഴിക്കലുകളൊന്നും അവസാനിക്കുന്നുമില്ല. ഇത്തവണത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്നത് ആർക്ക് തുണയാകുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF തരംഗമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും തളരാതെ കണക്കെടുപ്പിലാണ് LDF നേതാക്കൾ എല്ലാവരും തന്നെ. 85 സീറ്റുകൾ ഉറപ്പിച്ച് ഇടതുപക്ഷം ഭരണ തുടർച്ച സ്വപ്നം കാണുമ്പോൾ അടിയൊഴുക്കുകൾ തങ്ങളെ തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വലതുപക്ഷ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ UDF തരംഗമെന്ന വാക്ക് ബോധപൂർവ്വം ചർച്ചയാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച വലിയ മേൽക്കൈമ ഇത്തവണ അതുതന്നെ വോട്ടായി മാറുമെന്നുള്ള കണക്കുകൂട്ടലാണ് UDF ഉള്ളത്. എന്നാൽ രസകരമായ കാര്യമെന്നത് ഇടത് നേതാക്കളുടെ പ്രതികരണം തന്നെയാണ്. തരംഗം എന്ന വാക്ക് നാക്കുപിഴയായി പോലും അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. പകരം അവർ ഉപയോഗിക്കുന്നതാകട്ടെ ഭരണത്തുടർച്ച എന്ന വാക്കിൽ തൂങ്ങാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് UDF അനുകൂലമായ തരംഗമുണ്ടെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് അത് വോട്ടായി മാറുമെന്നാണ് ഇവരുടെ കണക്ക് കൂട്ടലുകളും. 100 സീറ്റുകൾ വരെ കിട്ടുമെന്നും വലിയ ആത്മവിശ്വാസമുണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തത്. സമാനമായ പ്രവചനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPC പ്രസിഡന്റ് സണ്ണി ജോസഫും നടത്തിയിരിക്കുന്നതും. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്നും കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലുകളും UDFന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട്. 85 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്ക്. ലീഗ് മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 21 മുതൽ 24 വരെ സീറ്റുകളിൽ വിജയിക്കുമെന്നും അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ലീഗ് നടത്തിയ സർവേയുടെയും നേതൃയോഗത്തിന്റെയും നിഗമനമനുസരിച്ച് മലപ്പുറത്ത് മത്സരിച്ച 12 സീറ്റിലും വിജയിക്കും. പാണക്കാട് കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് പ്രചരണം നയിച്ചതും ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ലീഗ് കരുതുകയും ചെയ്യുന്നുണ്ട്. ഐക്യത്തോടെ കോൺഗ്രസ് പ്രവർത്തിച്ചത് ഇത്തവണ UDFന് വലിയ മേൽക്കൈമ നൽകിയിട്ടുമുണ്ട്. ഗ്രൂപ്പ് വൈര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നേതാക്കൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയത് താഴെത്തട്ടിൽ വലിയ ചലനമുണ്ടാക്കിയെന്നാണ് KPCC വിലയിരുത്തുന്നത്. അതേസമയം 85-ന് മുകളിൽ സീറ്റ് നേടി ഭരണം നിലനിർത്തുമെന്ന വിലയിരുത്തലാണ് CPM ഉള്ളത്. ഉയർന്ന പോളിംഗ് ശതമാനം LDFന് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് CPM-നും മുന്നണികൾക്കുമുള്ളത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും ജനക്ഷേമ പദ്ധതികൾ തുടരണമെന്ന നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്നും കൺവീനർ TP രാമകൃഷ്ണൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. 80-നോടടുക്കുന്ന വോട്ടിംഗ് ശതമാനം ഇടതു മുന്നണിയെ പരിക്കേൽപ്പിക്കില്ല എന്നാണ് അവരുടെ വിശകലനവും. ഉയർന്ന പോളിംഗ് ശതമാനം വന്ന 2016-ലും കുറവ് വന്ന 2021-ലും ഭരണം നേടാനായിട്ടുണ്ടെന്നാണ് CPM നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. അടിസ്ഥാന വിഭാഗത്തിന്റെ വോട്ട് എന്നും ഒപ്പം നിന്നിട്ടുണ്ടെന്നും ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് പൂർണ്ണമായും ഏകീകരിച്ചിട്ടില്ല എന്നും ഇത് LDFന് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായിട്ടുമുണ്ട്. സിറ്റിംഗ് MLA-മാരുടെ പ്രവർത്തനങ്ങൾ കാരണം സിറ്റിംഗ് സീറ്റുകൾ അധികം നഷ്ടമാവില്ല എന്നാണ് LDFിന്റെ പ്രതീക്ഷ. കടുത്ത മത്സരം നേട്ട പേരാമ്പ്രയും നിയമവും കണക്കൂട്ടം ഉൾപ്പെടെ വിജയപ്രതീക്ഷ വയ്ക്കാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. SDP ബന്ധം പരസ്യമായി നിഷേധിക്കുമ്പോഴും അവരുടെ BJP വിരുദ്ധ പ്രവർത്തനം പല മണ്ഡലങ്ങളിലും സഹായമാവുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി വോട്ടുകൾ ഒന്നുപോലും ചോർന്നിട്ടില്ലെന്നും കഠിനമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ പല മണ്ഡലങ്ങളും നടന്ന മണ്ഡലങ്ങൾ പോലും ഉണ്ടെന്നും വിജയം ഉറപ്പാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. BJP സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12.47% പോളിംഗ് താഴ്ന്നതിന്റെ പരുക്ക് ഇക്കുറി തീർക്കുകയും വേണം. 20% വോട്ട് വീതം ഉയർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച കത്തോലിക്ക സഭ വോട്ടുകൾ കൈവിട്ടോ എന്ന ആശങ്കയിലാണ് NDA നേതാക്കളെല്ലാം തന്നെ. സഭാ വോട്ടുകൾ വേണ്ടത്ര കിട്ടിയില്ല എന്ന് സമ്മതിക്കുന്നതാണ് BJP നേതാക്കളായ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രതികരണങ്ങളെല്ലാം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് UDFന് വോട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്ന ആരോപണം ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് ചായുന്നു എന്നതിനുള്ള സൂചന കൂടിയാണെന്നും രാഷ്ട്രീയ കേരളം കാണുകയും ചെയ്തിട്ടുണ്ട്. BJP വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും ചേരുന്നതോടെ വിജയിക്കാമെന്ന ജോർജിന്റെയും ഷോണിന്റെയും പ്രതീക്ഷകൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുമുണ്ട്. പ്രചരണത്തിന്റെ 1-ാം ദിനം മുതൽ UDF ഉയർത്തിയ ഡീൽ ആരോപണങ്ങളുടെ നിജസ്ഥിതിയും അതുപോലെ തന്നെ അതിൽ തന്നെ വോട്ടൽ ഫലം നിർണായകമാകുകയും ചെയ്യും. അതായത് വോട്ടെണ്ണൽ ആ ഫലം നിർണ്ണയിക്കുകയും ചെയ്യും. വോട്ട് വീതം ഉയർത്തുന്നതിനൊപ്പം തന്നെ ചില പ്രധാന മണ്ഡലങ്ങളിലെ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയും BJP കൈവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 78.27% സംസ്ഥാനത്തെ പോളിംഗ്. 14-ൽ 13 ജില്ലകളും മുൻ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് വർദ്ധിപ്പിച്ചപ്പോൾ കണ്ണൂരിൽ മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത സ്ത്രീ വോട്ടർമാരുടെ റെക്കോർഡ് പങ്കാളിത്തമാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് കൂടി പറയേണ്ടി വരും. കാരണം ആകെ സ്ത്രീ വോട്ടർമാരിൽ 81.19% ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷ വോട്ടർമാരുടെ പോളിംഗ് 75.19% മാത്രമാണ്. ഈ സ്ത്രീ പങ്കാളിത്തം ആർക്ക് ഗുണമാകുന്ന ചർച്ചകളും പ്രസക്തമായി ഉണ്ടാകുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഉയർന്ന പോളിംഗും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമാണ്
കാണാറുള്ളതെങ്കിലും കേരളത്തിൽ ഇതിനു മുമ്പും ഉയർന്ന പോളിംഗ് വന്നപ്പോഴും ഭരണത്തുടർച്ച ഉണ്ടായ ചരിത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പങ്കാളിത്തം ഒരു രാഷ്ട്രീയ സുനാമിയാകുമോ എന്നാണ് മുന്നണികളെല്ലാം ഉറ്റുനോക്കുന്നത്. ഗൾഫ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് ആർക്ക് ഗുണമായി എന്ന് പറയാനാവില്ല എന്നാണ് TP രാമകൃഷ്ണന്റെ നിരീക്ഷണം. പല സ്ഥലങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചുള്ള പരാതികളും ഉയർന്നു വന്നിട്ടുമുണ്ട്. ഇത് അന്തിമ ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പോളിംഗിലെ വർധന അനുകൂല തരംഗമായി വിലയിരുത്തി അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് UDF കേന്ദ്രങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഏകപക്ഷീയ വിധി എഴുത്താണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിലെത്തുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് കൈവിട്ടാലും പുതിയത് കൂടി ചേർത്ത് 45-നടുത്ത് എത്താമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. ശേഷിക്കുന്നവ ഘടകകക്ഷികൾ പിടിച്ചാൽ ചരിത്രപരമായ ഭരണത്തുടർച്ചയിലേക്ക് കാലമെത്തുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വോട്ടുറപ്പിക്കാൻ 24 ദിവസത്തോളം നീണ്ട പ്രചരണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ വിശ്രമത്തിൽ കൂടിയാണ്. ജനവിധിയെക്കുറിച്ചുള്ള ഭയവും നെഞ്ചെടുപ്പും ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ നന്ദി പോസ്റ്ററുകളുമായി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കുടുംബയോഗങ്ങൾക്കും ഗൃഹസംഭവങ്ങൾക്കും പരിപാടികൾക്കും ലഭിച്ച സ്വീകാര്യത വോട്ടായി മാറിയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ശേഷിക്കുന്നത് ഏകദേശം 23 ദിനങ്ങൾ മാത്രമാണ്. ഈ കാലയളവിൽ സുപ്രധാന അധികാരങ്ങളില്ലെങ്കിലും കാവൽ സർക്കാരായി ഇടതുപക്ഷം തുടരുകയും ചെയ്യുമെന്നും വോട്ടെണ്ണുന്ന മെയ് 4 കഴിഞ്ഞ് മെയ് 6 മാതൃകാ പെരുമാറ്റച്ചട്ടം നീങ്ങുകയുമുള്ളൂ. അതുവരെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾക്കും ഫയൽ നീക്കങ്ങൾക്കും കമ്മീഷന്റെ അനുമതിയും വേണം. മെയ് 23 വരെയാണ് ഈ സർക്കാരിൻ്റെ കാലാവധി. സർവീസ് തപാൽ വോട്ടുകൾ കൂടി ചേർത്ത് അന്തിമ കണക്ക് വരുമ്പോൾ പോളിംഗ് വർദ്ധിച്ച മണ്ഡലങ്ങളുടെ എണ്ണവും ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഓരോ മണ്ഡലത്തിലെയും ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ പോലും ഇത്തവണ നിർണായകമാവുകയും ചെയ്യും. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അടിയൊഴുക്കുകൾ നടന്നോ എന്ന പേടി എല്ലാ മുന്നണികൾക്കുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനവും വലതുപക്ഷത്തിന്റെ ജനകീയ പ്രചരണവും BJPയുടെ വോട്ട് വർധനവും ഒത്തുചേരുമ്പോൾ കേരളത്തിന്റെ വിധി എന്താകുമെന്ന് പ്രവചിക്കുക പ്രയാസം കൂടിയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഭരണത്തുടർച്ച ഉണ്ടായാൽ അത് ചരിത്രപരമായ ഒരു നേട്ടം കൂടിയാകും. മറുവശത്ത് UDFന് ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടം കൂടിയാണ്. പരാജയപ്പെട്ടാൽ അത് മുന്നണിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തിലെയും കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. BJP ഇത്തവണ നിർണായകമായ ഒരു മൂന്നാം ശക്തിയായി മാറുകയാണോ അതോ വോട്ട് വീതം വർദ്ധിപ്പിക്കുക മാത്രമാണോ ചെയ്യുക എന്നതും പ്രസക്തമായ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടന്നത് ആർക്കാണ് വിനയായതെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കുകയും വേണം. വോട്ടർമാരുടെ നിശബ്ദമായ നീക്കങ്ങൾ ആരെ തുണയ്ക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർത്തുന്നുമുണ്ട്. അന്തിമ വിശകലനത്തിൽ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരണമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ജനവിധി വ്യക്തമാക്കുക. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധം, സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയ കാര്യങ്ങൾ വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ഫലം വരുമ്പോൾ അറിയാൻ കഴിയും. മെയ് 4 വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ കേരളം ശ്വാസമടക്കി പിടിച്ച് ഫലത്തിനായി കാത്തിരിക്കും. അതുവരെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സ്വന്തം കണക്കുകളിൽ അഭിരമിക്കുകയും വിജയപ്രതീക്ഷകൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ഈ ചൂതാട്ടത്തിൽ ആരുടെ കണക്കുകളാണ് തെറ്റുകയെന്നും ആരുടെ സ്വപ്നങ്ങളാണ് പൂവണികയെന്നും കാലം തെളിയിക്കും, സമയം തെളിയിക്കും.